ഗുരുതര സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കാൻ കേന്ദ്ര ധനമന്ത്രാലയത്തിന് കീഴിലുള്ള ഏജൻസിയായ ഇ ഡി രാഷ്ട്രീയ ചട്ടുകമായി പണപ്പിരിവിനിറങ്ങിയോ? അടുത്തിടെ പുറത്തുവരുന്ന വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ്. എന്താണ് ഇ ഡിയിൽ സംഭവിക്കുന്നത്? 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം ഇ ഡി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം പല മടങ്ങ് വർദ്ധിച്ചെങ്കിലും പലതും BJPക്കും ഇടനിലക്കാർക്കും പണമുണ്ടാക്കാൻ ഉള്ളവയാണ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അത് ശരിവെക്കുന്നതാണ് കൊച്ചിയിൽ ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥനടക്കം പ്രതിയായ പുതിയ അഴിമതി കേസ്. എന്ത് അഴിമതിയാണ് കണ്ടെത്തിയത്? കൊട്ടാരക്കരയിലെ കശുവണ്ടി വ്യവസായിയാണ് പരാതിയുമായി വിജിലൻസിനെ സമീപിച്ചത്. കേസ് ഒതുക്കാൻ അനീഷിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ 1-ാം പ്രതിയാക്കി കേസെടുക്കുകയും ഇടനിലക്കാർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലാകുകയും ചെയ്തതോടെ വിജിലൻസിന് കൂടുതൽ പരാതികൾ ലഭിച്ചു. അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇടനിലക്കാർ മുഖേന പണം ആവശ്യപ്പെട്ടതെന്നും തുക വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നും പരാതികളിലുണ്ട്. പോലീസ് നിലപാട്: സംസ്ഥാനത്തിനകത്തും പുറത്തും പലരിൽ നിന്നുമായി ഇടനിലക്കാർ മുഖേന ഇ ഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തത് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായെന്ന് അന്വേഷണ സംഘത്തലവൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടനിലക്കാരനായി പണം പിരിക്കാൻ വരുന്ന വിൽസൺ വർഗീസും ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവും തമ്മിലുള്ള സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. ഇ ഡി കേസുകളുടെ സ്ഥിതി: 10 വർഷത്തിനിടെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇ ഡി എടുത്ത 193 കേസിൽ 2 എണ്ണത്തിൽ മാത്രമാണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതെന്ന് 2 മാസം മുമ്പ് രാജ്യസഭയിൽ സർക്കാർ സമ്മതിച്ചിരുന്നു. BJP നേതാക്കൾ ഉൾപ്പെട്ട കേസുകളിൽ ഇ ഡിയുടെ സമീപനം വ്യത്യസ്തമാണെന്ന് കേരളം കണ്ടിട്ടുമുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ഇറക്കിയ 3.5 കോടി രൂപയുടെ കുഴൽപ്പണം കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ട സംഭവത്തിൽ പണത്തിന്റെ ഉറവിടം അന്വേഷിക്കാതെ 4 വർഷത്തോളം കേസ് മുക്കുകയായിരുന്നു ഇ ഡി. ഹൈക്കോടതി പലവട്ടം ഇടപെട്ടതിനെ തുടർന്ന് രാഷ്ട്രീയ ബന്ധം ഒഴിവാക്കി പേരിന് കുറ്റപത്രം സമർപ്പിച്ചു. ഇത്തരത്തിൽ രാഷ്ട്രീയ മേലാളന്മാരുടെ താൽപര്യത്തിന് വഴങ്ങി ഇ ഡി ഉദ്യോഗസ്ഥർ നടത്തുന്ന അഴിമതികളും ക്രമക്കേടുകളും സത്യസന്ധമായ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കേണ്ടതുണ്ട്.